എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ എന്നെ കാണാറുണ്ടായിരുന്നോ? വീഡിയോ ഒന്നും ഞാൻ ഇട്ടിരുന്നില്ലല്ലോ. നിങ്ങൾ അന്വേഷിച്ചു വന്നിട്ട് ഞാൻ അവിടെ പോയി എന്ന് അന്വേഷിച്ചു. കുറേ പേര് അന്വേഷിച്ചു. അതിലെനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്നെ കാണാതായപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടാറുണ്ടല്ലോ. അപ്പോൾ അത് കാണാതായപ്പോൾ കുറേ പേര് വാട്സപ്പിലും പിന്നെ മെസ്സഞ്ചറിലും ഒക്കെ വന്ന് ചോദിച്ചു, എന്ത് പറ്റി, ഇപ്പോൾ കാണുന്നില്ലല്ലോ, വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പക്ഷെ അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല ഞാൻ. കാരണം എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിട്ട്, അതായത് ഒരു ദിവസം ഫുള്ള് ഒരാഴ്ചയായിട്ട് ഫുൾ വോമിറ്റിംഗ്, രാത്രിയൊക്കെ വോമിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ കാഷ്വാലിറ്റി പോയാലോ എന്നൊക്കെ, ഏതെങ്കിലും ഹോസ്പിറ്റൽ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി പോകാമെന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടറെ വീട്ടിൽ പോയാണ് കാണുന്നത്, അപ്പോൾ വീട്ടിൽ തന്നെ പോയി കാണാമെന്ന് വിചാരിച്ചത്. പിന്നെ പിറ്റേ ദിവസം പോയി വീട്ടിൽ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രൈറ്റിസിൻ്റെ എന്തോ പ്രോബ്ലം ആണ്, കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴൊരു ചെറിയ ഫീവറൊക്കെ വന്നു. എന്ന് വെച്ച് ഞാൻ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല കേട്ടോ. സാധാരണ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത് കുറവാണ്. വളരെ റെയറായിട്ടൊക്കെ അങ്ങനെ കഴിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ടൊന്നുമല്ല. പക്ഷെ എന്തോ പറ്റി, ഇനിയും കുറച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വല്ല നീർക്കെട്ട് കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ എന്ത് കഴിച്ചാലും പെട്ടെന്ന് വോമിറ്റ് ചെയ്യും. അതൊരു നല്ല ലക്ഷണമല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇഞ്ചക്ഷനൊക്കെ എടുത്തു, മെഡിസിനൊക്കെ കഴിച്ചു. പിന്നെ ഒരു ദിവസം അത് കഴിഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ്ങിൽ പിന്നെയും എന്തോ കഴിച്ചപ്പോഴത്തേക്കും വെള്ളം കുടിച്ചപ്പോഴോട്ട് പിന്നെയും വോമിറ്റ് ചെയ്തു. അപ്പോൾ വിചാരിച്ചു ഇനിയും പോണ്ടി വരുമെന്ന്. പക്ഷേ പിന്നെ അതങ്ങ് സബ്സൈഡ് ചെയ്തു. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ നമുക്ക് ഈ വൊമിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോകും. ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു വെള്ളം കുടിക്കാൻ. വെള്ളം കുടിച്ചാൽ വോമിറ്റ് ചെയ്യും. പിന്നെ പതുക്കെ അത് കുറഞ്ഞു. അങ്ങനെ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയാം. കരിക്കും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റായി. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നമുക്ക് എഴുന്നേറ്റിരിക്കാൻ പോലുള്ള ആരോഗ്യമില്ല, നിവർന്ന് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല. അതാണ് ഏറ്റവും വലിയൊരു വിഷയം. അപ്പോൾ ഇങ്ങനെ പിന്നെ വീഡിയോ ചെയ്യണ കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. അപ്പോൾ ആ കാര്യമൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അയ്യോ, എന്നെ കാണാണ്ടാവുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ വിചാരിക്കും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നൊക്കെ കരുതി. പക്ഷേ എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊരു റിപ്ലൈ കൊടുക്കാൻ പോലും കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു റിപ്ലൈ കൊടുക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇന്നിപ്പോൾ തൽക്കാലം ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റിയൊരു ഇതായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളെ ഒന്ന് കാണാം, ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഒരു ദിവസമൊക്കെ ഓഫീസിൽ പോകാതൊക്കെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസമൊക്കെ പോയെങ്കിലും പുള്ളി എപ്പോഴും വിളിച്ച് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എനിക്ക് വളരെ കുറച്ച്, എന്തെങ്കിലും കഞ്ഞിവെള്ളമൊക്കെയാണ് ഞാൻ കുടിച്ച് ഇത്രയും ദിവസമൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ആയത്. കരിക്കും വെള്ളം, കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെയാണ് കുടിച്ച് പോയത്. പിന്നെന്താ, അപ്പം അങ്ങനെ ഉള്ളൊരവസ്ഥയായിപ്പോയി. എനിക്കിതുപോലെ തന്നെ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതുപോലെ വോമിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതുപോലെ അവസ്ഥയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്കൊക്കെ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ 1-2 ആഴ്ചയൊക്കെ ലീവൊക്കെ ആയി പോയിട്ടുണ്ട്. പിന്നെ അതങ്ങ് ഗ്രാജുവലി മാറി. പിന്നെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അങ്ങനെ തൽക്കാലം കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചു ഈ കർക്കിടക മാസത്തിൽ. പിന്നെന്താ, ഞാനിപ്പോൾ ഇന്നിപ്പോൾ അപ്പം ഞാൻ കുറേ പേര് ചോദിച്ചല്ലോ വീഡിയോ ചെയ്യാത്തത് എന്താണെന്ന്. അപ്പോൾ ഇതായിരുന്നു റീസൺ. കുറേ പേര് അന്വേഷിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ ഒരു ദിവസം കാണാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കുന്നുണ്ടല്ലോ, അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇപ്പം ഇന്നിപ്പോൾ തൽക്കാലം എനിക്ക് കഞ്ഞിയൊക്കെ ഞാൻ ഉണ്ടാക്കി, ഒരു ചമ്മന്തി ഉണ്ടാക്കി, ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കി. അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്ക് ഞാൻ കഴിച്ച കഞ്ഞിയും ഇത്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയെങ്കിലും എൻ്റെ അവസ്ഥ ഇതായിപ്പോയി, കിടപ്പായിപ്പോയി. പിന്നെ ഒന്ന് നിവർന്നിരിക്കാൻ പറ്റണ അവസ്ഥയിലല്ലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ, ഞാനൊരു ചെറിയ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. എൻ്റെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള
ഭക്ഷണം കഞ്ഞിയാണ്. കാരണം ഇപ്പം എനിക്ക് ഭക്ഷണത്തോട് തന്നെ അത്ര ഒരു വിശപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഭക്ഷണത്തോട് തന്നെ ഒട്ടും താല്പര്യമില്ല. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച് കുറച്ചും എന്തെങ്കിലും വെള്ളമായിട്ട് നമ്മൾ കുടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്കുടനെ കാണാം എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു. ബൈ. ദഹനത്തിന് പെട്ടെന്ന് സാധിക്കുന്ന ഒരു വെജിറ്റബിളാണ് ഞാൻ ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്നത്. പപ്പായ. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഒരു ചെറിയ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ ഇത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. ഇൻഡൈജഷനൊക്കെ ഉള്ളവർക്ക് ഇത് ബെസ്റ്റാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത്. പപ്പായയ്ക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കി നമ്മുടെ അവിയലൊക്കെ വയ്ക്കുന്ന പരുവത്തിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് കഴുകിയെടുക്കാം. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ഒരു കഷ്ണം മുരിങ്ങാക്കായ അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നടുകെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അതും കഴുകി ഇതിലേക്കിട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടി അതും ഇട്ട്, അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച്. പിന്നെ കുറച്ച് ഉപ്പും കൂടി. ഇതങ്ങ് പെട്ടെന്ന് വെന്തോളും. അതുകൊണ്ട് തന്നെ വെന്തങ്ങ് ഉടഞ്ഞു പോകുകയും വേണ്ട. കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒന്നിളക്കി കൊടുക്കണം നല്ലതാണ്. മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. ഇനി ഈ ചട്ടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇവിടെ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ഇതിൽ ഈ കറിക്കും ഒരല്പം പുളിക്ക് പകരം മാങ്ങയാണ് ചേർക്കുന്നത്. ടൊമാറ്റോയുടെ ഒരു പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് മാങ്ങയുടെ ഒരു കഷ്ണം നീളത്തിലരിഞ്ഞ് അതും ടൊമാറ്റോ നീളത്തിലരിഞ്ഞ് അതുമാണ് കറിക്ക് വേണ്ടി ചേർക്കുന്നത്. മാങ്ങയുടെ ബാക്കി ഭാഗം ചെത്തിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു ചമ്മന്തി അരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പപ്പായയുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങാക്കായും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പുളിക്ക് പകരമുള്ള മാങ്ങാ കഷ്ണങ്ങളും ടൊമാറ്റോ പീസസും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. 1/2 കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ദേ ടൊമാറ്റോയും മാങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വെന്തോട്ടെ. കറിക്കുള്ള അരപ്പിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അരച്ചെടുത്തു. അത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം മാങ്ങയും ഒക്കെ വെന്ത് യോജിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളിയുമുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. സ്റ്റൗ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനിയും ഇതിലേക്ക് നമുക്ക് കടുക് ഒന്നും പൊട്ടിച്ചിടുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയും ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല, അല്പം മാത്രം ചേർക്കുന്നുള്ളൂ. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇനി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്
തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ മാങ്ങ ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുത്തു. പുളിയുള്ള മാങ്ങയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. വെണ്ണ പോലെ അരയരുത്, തരിതരിപ്പായിട്ട് ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ച് ഇട്ടാൽ മതി. ദേ ചമ്മന്തിയും റെഡി. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും കഞ്ഞിവെള്ളവുമായിട്ടുള്ള കഞ്ഞിയാണ് വെച്ചിരിക്കുന്നത്. കുക്കറിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്.